വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ എന്നാ പരിപാടി എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. രാവിലെ നമ്മുടെ താഴത്തെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയായിട്ട് വന്നേ, അവർക്ക് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകണം. അപ്പോൾ അവരായിട്ട് വന്നേ ഗൈസ്. അപ്പോൾ രാവിലെ എണീറ്റ് നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്. നല്ല നല്ല എന്നാ വെതർ, എന്നാ ഒരു തണുപ്പും രാവിലെ എണീറ്റ് കുളിക്കുമ്പോൾ ഉള്ളൊരു ഫീലും കിടിലാണ് ഗൈസ്. നല്ല ക്ലൈമറ്റ്, മഴയുണ്ട് ഗൈസ്. ഇപ്പോൾ മഴശാലം തോർന്നിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയ ബാക്കിയുള്ള ജില്ലയിലെല്ലാം നല്ല മഴയാണ്. ഇവിടെ പക്ഷെ മഴ കുറവാണ് പൊതുവെ. രാവിലെ എണീക്കുമ്പോൾ നല്ല മഴയുണ്ട്, പിന്നെ അങ്ങോട്ട് കുറയും, പിന്നെ രാത്രി ആകുമ്പോൾ പിന്നെ മഴ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചൊക്കെ ഞാൻ കാണിക്കാം ഗൈസ്. ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ, ഇനി കുറേ നേരം പോസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാലും ഞാൻ വ്ളോഗായിട്ട് കാണിക്കാം. വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളിവിടെ പോസ്റ്റാണ്. ഞാൻ ഒന്ന് കറങ്ങി ഇതിലൊന്ന് പോയിട്ട് ഇവിടെ തന്നെ വണ്ടി കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി അവർ വരുന്നോടം വരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. അതാണ് ചെയ്തുകൊണ്ട് വണ്ടി ഇങ്ങനെ കയറി വരുന്നത്. നല്ല ഹോസ്പിറ്റലിലോട്ടുള്ള ഇവിടെ പാർക്കിംഗ് സൗകര്യം കുറവാണ് ഗൈസ്. ആകെ ഉള്ളൊരു പാർക്കിംഗ് അത് ഫുള്ളാണ്, ഇപ്പോഴേ ഫുള്ളായി. അപ്പോൾ ഇനി നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ കാണിക്കാം. അങ്ങനെയാണ് പരിപാടി. ഒരു ആംബുലൻസ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഒരു പുള്ളി കുറേ നേരമായിട്ട് പാർക്ക് ചെയ്യാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ക്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. എൻ്റെ ഫ്രണ്ടിൽ വന്നൊരു കാറാണ് അതാ കാണുന്ന EV. പുള്ളി കുറേ നേരമായി ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. ഇനി എന്നേലും ഉണ്ടാ കാണിക്കാം ഗൈസ്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇവിടെ മൊത്തം ബ്ലോക്കാണ് ഗൈസ്. എത്ര നേരമായിട്ട് തന്നെ ബ്ലോക്കാണ്. ഇതാണ് നല്ലൊരു കയറ്റമോ ഗൈസ്. ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്, നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു. ഇവിടെ നല്ല ബ്ലോക്കായിരുന്നു ഗൈസ്. എന്നെ ചെയ്യാനാണ് ഇത്ര നേരം നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഒതുങ്ങി. ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ട്. എല്ലാം ഹോസ്പിറ്റലിലോട്ട് വരുന്ന വണ്ടിയാണ് ഗൈസ്. ഇഷ്ടം പോലെ വണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ പാർക്കിംഗ് ഇല്ല ഗൈസ്. ഞാൻ എന്നാലും ഉണ്ടാ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സാന്റാമോണിക്ക് ഒരു എംപ്രോ സ്റ്റഡീസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നേ ഗൈസ്. ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഞാനിവിടെ 13ാമത്തെ ഡെക്കിൽ കയറണം. അതാണ് ഗൈസ് 13. അവിടെ ഞാൻ ചെല്ലണം. ആൾക്കാരെല്ലാം പോയിട്ട് വേണം എനിക്ക് അവിടെ ചെല്ലണം. ഇതാണ് ഗൈസ് പരിപാടി. ഇവിടെ ചുമ്മാ ഒരു എൻക്വയറിക്ക് വേണ്ടി വന്നതാണ് ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ സാന്റാമോണിക്കയുടെ എൻക്വയറി അവർ നടത്തുന്ന ഒരു എക്സിബിഷൻ പോലെ, എബ്രോഡ് സ്റ്റഡീസിൻ്റെ എക്സിബിഷൻ. ജർമ്മനാണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ ജർമ്മൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഒരു എൻക്വയറിക്ക് വന്നേ. ഹൗസ് ബിൽഡിംഗ് എടുത്താൽ നല്ലതാണോ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അതറിയാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അതെല്ലാം എൻക്വയറി ചെയ്തിട്ടുണ്ട്. നാളെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, അതവരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യും. അന്നേരം നമുക്കറിയാം. എനിക്ക് ഹൗസ് ബിൽഡിങ്ങിനകത്ത് നേഴ്സിംഗ് അല്ല, വേറെ സ്പോർട്സ് പരമായിട്ടുള്ള കോഴ്സസ് ഉണ്ട് അല്ലേ, അതെടുക്കാൻ വേണ്ടിയാണ്. അവരുണ്ടെ അറിയിക്കാമെന്ന് പറഞ്ഞു, നാളെ വിളിക്കാമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇനി എന്തെങ്കിലുണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, പോവാണ്. കുതി എന്നെ പുറകിൽ മുട്ടം തരിക. അവൻ്റെ നേരത്തെ ചെറിയ എടുത്തോട്ട് ബ്ലാക്ക് ഷർട്ട് ചെള്ള തെറിച്ചത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണാൻ പറ്റുമോ? നമ്മളെ മൊത്തം വെള്ളമാണ്. ഓക്കെ ഗൈസ്, അങ്ങോട്ട് പോട്ടെ. വണ്ടി കൂടെ വെച്ചിട്ടുണ്ട്. നനഞ്ഞ് മഴയായിരുന്നു, മൊത്തം നനഞ്ഞ് കുളിച്ച് ഗൈസ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബോസിൻ്റെ വീട്ടിലാണ് ഗൈസ്. നമ്മൾക്ക് ബോസിനെ പിക്ക് ചെയ്യാൻ വന്നായിരുന്നു ഗൈസ്. ഇന്നലെ ഇട്ട വ്ളോഗ് ഉണ്ടോ? മിസ്സിങ് അടിക്കുന്ന ഗൈസ്. ആ വ്ളോഗിന് 500 വ്യൂ ആകാറ്. ആ അപ്പോൾ ഗൈസ്, നമ്മൾ എന്നാ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചുമ്മാ ഇറങ്ങിയത് ഗൈസ്. ഇനി എന്നാലും അങ്ങോട്ട് പോട്ടെ ഗൈസ്. കാണിക്കാം. സ്ഥിരം സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. മഴയൊക്കെ പാറി നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ്. പയ്യന്മാരൊക്കെ വരാൻ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഇനി അമ്മമാരൊക്കെ വരട്ടെ, എന്നിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ഇടാം ഗൈസ്. വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോഴും കടവിൽ തന്നെ ഗൈസ്. ഇവിടുത്തെ ഈ വ്യൂ നോക്ക് ഗൈസ്. ഒരു കണ്ടത്തിന് നടുക്കൂടെ ഉള്ള ഒരു റോഡ്, അപ്പുറം ഇപ്പുറയും കണ്ടം. ഇവിടെ 2 കട, ചായ കടികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ 2 കടയിലും കിട്ടി. ഇവിടെ ഒരു കടയുണ്ട്, അവിടെ ഒരു കടയുണ്ട്. ഇതിൻ്റെ തല മണ്ട അവിടെ ഒരു കടയുണ്ട്. ഇതാണ് ഗൈസ്. ഞായറാഴ്ച ദിവസമൊക്കെ ഇവിടെ ഈ സമയമാകുമ്പോൾ നല്ല ആളല്ലോ. പിന്നെ ഇപ്പോൾ വന്നോന്ന് ആരും ഇല്ല ഗൈസ്, ആരും ഇല്ല. എല്ലാവരും ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു. നമ്മളും വരാറില്ല അങ്ങനെ, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ, സമയമുള്ളപ്പോൾ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ പയ്യന്മാരോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മമാരൊന്നും വരുന്നില്ല, അമ്മമാർ വരട്ടെ. ഇതിപ്പോൾ ഇവിടെ കുറേ ദിവസമായിട്ട് കിടക്കുന്ന വണ്ടി, ഇത് ബ്രേക്ക് ഡൗൺ ആയി, എന്തോ പണി കിട്ടിയിട്ട് കിടക്കുന്ന ഗൈസ്. അല്ല, എൻ്റെ ഒരു വണ്ടി ഇവിടെ കിടക്കേണ്ടതായിരുന്നു. അതൊക്കെ വലിയ കഥയാണ് ഗൈസ്. അത് ഞാൻ ഇന്നലെ ഒരു വ്ളോഗ് എടുത്തേ, ആ വ്ളോഗ് വരത്തില്ല, അത് കംപ്ലീറ്റ് ആയില്ല. ആ വണ്ടി എടുക്കുക എന്ന ആ വ്ളോഗ് വന്നതിനെ, അത് വരത്തില്ല ഇനി. അപ്പോൾ ഗൈസ് എന്തെങ്കിലും ഉണ്ടാ കാണിക്കാം ഗൈസ്. ഓക്കെ, അപ്പാപ്പി ഇവിടെ വന്നിരിപ്പുണ്ട്. എന്നെ വന്നേ, എന്നെ ഇറങ്ങി വന്നേ. ഇന്ന് ടൈല് പണിയൊന്നും ഇല്ല, സ്വന്തം വീട്ടിൽ ടൈലിട്ട് പഠിക്കും. പിന്നെ അപ്പനെ അവിടെ നിന്ന് ഇറക്കി വിട്ടേ. ഇപ്പോൾ വന്നത് ചാടി വന്നേ. ഇപ്പോൾ എന്തോ ചോദിക്കുന്നു എന്നോട്. ഗൈസ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്യൂ അതോ പെയ്യത്തില്ലേ? അതോ പെയ്യുമായിരിക്കും. ഓക്കെ ഗൈസ്, എന്നെല്ലാം ഉണ്ടോ കാണിക്കട്ടെ. ഒരു തന്നെ വിളിക്കാതെ.
വണ്ടി ഉന്തിക്കൊണ്ടിരിക്കുക. വണ്ടി ചാട്ടാക്കാൻ ഇമാര് പഠിച്ചിട്ടില്ല. ബാറ്ററി ഇല്ലല്ലോ, അതുകൊണ്ട് ഉന്തി എടുക്കണം. നീ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ചുമ്മാ ഒന്ന് ജസ്റ്റ് ഉന്തി വിട്ടാൽ മതി, അത് ഒന്നര സ്റ്റാർട്ടാവും. ആ എടാ അന്നേരം ക്ലച്ച് പിടിക്കണം സ്റ്റാർട്ടാവുമ്പോ. ക്ലച്ച് അവിടെ സ്റ്റാർട്ടാകുമ്പോ അന്നേരം ക്ലച്ച് നീ പിടിച്ചോണം. നീ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടാകത്തില്ല. ഇത്ര കാലം അവിടെ ഇത് ഒടിഞ്ഞ നീ കൈ എടുത്ത് ഇങ്ങനെ അല്ല ക്ലച്ച്. ഇതിങ്ങനെ ഒറ്റ വീട്ടിൽ വിടും, അന്നേരം സ്റ്റാർട്ടാകുമ്പോ അന്നേരം പിടിക്കണം. ഒരു കോപ്പും അറിയത്തില്ല. വണ്ടി ഓടിക്കാൻ തുടങ്ങി എത്ര കാലമായതാ വണ്ടി. വിട്ടേ എടാ അന്നേരം ഓടിക്കുന്നേ. വണ്ടി ഒരു സൈഡിലോട്ട് തന്നെ പോവാ. അപ്പാർക്ക് വണ്ടി ഓടിക്കുന്നുണ്ടോ? വലിയ ശരീരം, ബുദ്ധിയില്ല, കാര്യമില്ല. ഈ ശരീരത്തിൽ തന്നെ എത്ര ബുദ്ധി വളർന്നിട്ടില്ല. ഈ അപ്പാപ്പി ഒരു സൈഡിലോട്ടാ വണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലായി, വണ്ടി ഒരു സൈഡിലോട്ട് തന്നെ പോകുന്നത്. അപ്പൊ ശരി ചെന്നൈയിലാണ് കാണിക്കാം. ഓക്കെ സലിമോൻ സൽമാൻ ഗൈസ്, ഇവന് സംസാരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ ഒരു ഷോർട്ട് ബ്ലോഗിനകത്ത് പറഞ്ഞിട്ട് ഇനി ഞാൻ രാഹുലിന്റെ വണ്ടിയൊക്കെ കയറാം ഗൈസ്. റോളമന്റെ വഴി ഗേ വണ്ടിയാ വീട്ടിൽ പോ എടുത്തിട്ട്. ഒരുത്ത ഇവിടെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാൻ. അത് സ്റ്റാർട്ടിങ്ങേലാണോ? അത് നിർത്തിയില്ലേ? അത് ഓഫാക്കി ഇടറോ? ഞാൻ കാണിക്കാം. ഓക്കെ ആ കുതിരപ്പുറത്ത് കയറുന്ന കാണിച്ചു തരാം ഗൈസ്. അപ്പാപ്പി ഇതേ കയറുന്നുണ്ട് ഗൈസ്. അയ്യോ ബസ് വിഷ്വല് കട്ടായി ഗൈസ്. അപ്പാപ്പി കയറി ഗൈസ്. അപ്പാപ്പി അതിന്റെ മണ്ടയ്ക്ക് കയറി ഇരിപ്പുണ്ട് ഗൈസ്. ഇനി ഞങ്ങളങ്ങോട്ട് പോട്ടെ. അപ്പാപ്പി ദേ അവളെ കയറി ഇങ്ങനെ ഇരിപ്പുണ്ട് ഗൈസ്. എന്നാലേ ഗൈസ് നല്ല പ്രായമുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മളിവിടെ കളിച്ച് നടക്കുക. നല്ല പ്രായമുണ്ട് അവന്. കണ്ടാലേ അറിയാം അവന് നല്ല പ്രായം. 10-20 വയസ്സുള്ള ഞങ്ങളോട് കളിച്ച് നടക്കും എപ്പോഴും. നല്ല പ്രായമുള്ളവന്. ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഓക്കെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നമ്മൾ ഫുഡ് അടിക്കാൻ വന്നു. ഇവിടുത്തെ വ്യൂ ഉണ്ടോ ഗൈസ്? അവിടെ ഒരു പാലമുണ്ട്. പാലം കാണത്തില്ല, ഈ മരം കാണണം. ഇവിടെ ഒരു ഫുഡ് അടിക്കാൻ വന്നത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു സ്പോട്ടാണ്. ഹായ് ഹായ് സേ ഹായ് ഹായ്. ദിസ് ഇസ് മൈ ബ്ലോഗ്. പ്രൊമോഷൻ എനിത്തിങ് പ്രൊമോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലാതെ തന്നെ ഭയങ്കര കച്ചവടമാകുന്നു. ഓക്കെ ഗൈസ് കാണിക്കാം. നമ്മൾ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ ലുലുമാളിൽ അതിലൊന്ന് കയറി കറങ്ങിയിട്ട് വരാം ഗൈസ്. ചുമ്മാ ഒരു രസം. വളയ്ക്ക് ഇവനൊരു മടി ഗൈസ്. ഇതിന്റെ മടിയൊക്കെ ഒന്ന് മാറ്റട്ടെ ഗൈസ്. ഒയ്യോ വണ്ടി ഇടിച്ച് ഗൈസ്. ഇത് ക്ലിയർ ആവണോന്ന് എനിക്കറിയത്തില്ല. ക്ലിയർ ആയിരിക്കും, എന്നാലും കാണിക്കാം ഗൈസ്. ലുലുമാൾ എൻട്രൻസിന് അങ്ങോട്ട് പോവാം ഗൈസ്. ഞാനിത് കട്ട് ചെയ്തിട്ട് വൈഡ് ആംഗിൾ ഇടാം ഗൈസ്. ഓക്കെ നമ്മളുടെ എൻട്രൻസ് ആണ് ഗൈസ്. ഇതാണ് എൻട്രൻസ്. ഇതാണ് ഗൈസ് ലുലുമാൾ. കോട്ടയം ലുലു, സ്മോളസ്റ്റ് ലുലു ആണ് ഗൈസ്. നേരെ വഴി തെറ്റിയ ആദ്യമായിട്ടാ, അതുകൊണ്ട് മാറ്റി ഗൈസ്. ഇവൻ ചുമ്മാ ഞാൻ വ്ളോഗറാ. ഇതൊക്കെ നാളെ യൂട്യൂബിൽ വരുവേ. ഈ ചേട്ടനെ നോക്കിക്കോ. ഇതാണ് ഗൈസ് ലുലു. ഞങ്ങൾ ഇതുവഴി തന്നെ എക്സിറ്റ് ആയിക്കൂ. നമ്മൾ എന്റർടൈൻമെന്റ് ആണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. എന്നെ എല്ലാവരും കണ്ട് ഗൈസ്, പക്ഷെ എനിക്കതൊന്നും പുത്തരിയല്ല. ഓക്കെ നമ്മളിത് എക്സൈറ്റ് ആവുക ഗൈസ്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ റിസ്ക് എടുത്തത് കേട്ടോ. ഞങ്ങൾ അവിടെ പോയി ലുലുമാൾ നമ്മൾ ഇവിടുന്ന് എക്സൈറ്റ് ആയിട്ടാ ഗൈസ്. ഇനി ഞങ്ങളുടെ സ്പോട്ടിൽ ഗൈസ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ലുലുമാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ തന്നെ വന്നു ഗൈസ്. നമ്മൾ കണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഉണ്ട്. നമ്മളിത് ഒരു പാലത്തിലാണ് ഗൈസ്. ഇതിന്റെ അടി വെള്ളമാണ്. ഇതുണ്ടോ വെള്ളം ഒഴുകുന്നുണ്ടോ? മൂലടം പാലത്തിനിടെ വെള്ളം ഉണ്ടോടാ? വെള്ളമല്ലെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ആ ഇവനൊരു ടൈലയുടെ വിൽക്കാനുണ്ട് ഗൈസ്. ആരെങ്കിലും ഉണ്ട് DM ചെയ്യണം ഗൈസ്. ഓക്കെ എന്നാണോ കഴിക്കുന്നത്? നീ എന്നാ നിന്റെ ഏണ്ടെന്ന് പറഞ്ഞ എന്നാ സിനു സോളമൻ. ഇത് എത്ര ക്യാമറ ഉണ്ട് ഉണ്ടത്? അപ്പൊ ഓക്കെ ഗൈസ് എൻ്റെ എല്ലാം കാണിക്കാം. ഓക്കെ അപ്പൊ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഗൈസ്. അപ്പൊ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എല്ലാവരും കണ്ടല്ലോ. ഇന്നത്തെ എല്ലാ പരിപാടിയും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഔട്ടർ എടുക്കാം ഗൈസ്. എല്ലാവരും ഉണ്ടോ? അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. ഓക്കെ.